ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കുട്ടികളുമൊത്ത് ചെറിയൊരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ വർഷമൊക്കെ ഓണത്തിൻ്റെ സമയത്ത് വൈകുന്നേരം കുട്ടികളുമൊത്ത് ചെറിയ യാത്രയൊക്കെ പോയിട്ട് വരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതിനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ ഓണാവധി കഴിയുന്ന ആഴ്ചയിലെ ശനിയാഴ്ച ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനത്തിലാണ് ഈ യാത്ര തുടങ്ങിയത്. കാറില്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ പോകാമെന്നുള്ള തീരുമാനത്തിലാണ് യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ വലിയമ്മയുടെ മക്കളെയും കൂടെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയെ വിളിച്ചപ്പോൾ 7:30-8 മണിയായിട്ടുണ്ടാകും. ചേച്ചി ശരിക്കും പേരൂർക്കട പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചതും ചേച്ചി പോകാൻ ഉദ്ദേശിച്ചതും ഒരേ റൂട്ടായിരുന്നുകൊണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. ഞങ്ങളുടെ മക്കളും ചേച്ചിയുടെ മക്കളും ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ മാമ ഒരു കാർ അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതും കുറച്ചും കൂടെ എളുപ്പമായി. പോകേണ്ട സ്ഥലത്ത് പെട്ടെന്ന് എത്താനും കഴിയുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയത് അരുവിക്കര ഡാം വഴിയാണേ. പേരൂർക്കട അമ്മയുടെ 2 ചേച്ചിമാർ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞു വാവയെ കാണാനാണ് ചേച്ചി പോകാനിരുന്നത്. ഞങ്ങൾ അടുത്തിടെ പോയി വാവയെ കണ്ടു. എന്നാലും ചേച്ചിയുടെ കൂടെ വീണ്ടും ഒരിക്കൽ കൂടി പോയി. അങ്ങനെ 2 വലിയമ്മമാരിൽ കുഞ്ഞു വാവയുള്ള വലിയമ്മയുടെ വീട്ടിൽ ഏകദേശം 10:30 എത്തി. അവിടുന്ന് വാവയെ കണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത വലിയമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഇത് വലിയമ്മയുടെ വീട്ടിന് മുന്നിലുള്ള ചെറിയൊരു തോട് പോലത്തെ ഒരു സംഭവമാണേ. അവിടെ പണ്ട് വയലാന്തമായിരുന്നു, അതുകൊണ്ടാണ് വെള്ളത്തിന് ആ കളറ്. ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടതാണ് അമ്മയുടെ ചേച്ചി, തൊട്ട് പുറകിൽ നിന്നാണ് വലിയച്ഛൻ. അപ്പോൾ ഈ കാറിലാണ് ഞങ്ങൾ പോയത്. ഈ വലിയമ്മയുടെ വീടിന് കുറച്ചടുത്ത് തന്നെയാണ് അടുത്ത വലിയമ്മയും താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത വലിയമ്മയുടെ വീട്ടിലെത്തി. അങ്ങനെ വലിയമ്മയുടെ വീട്ടിലെത്തി എല്ലാവരും സംസാരിച്ചിട്ട് പുറകിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ അമ്പഴങ്ങ മരം നിൽക്കുന്നു. അമ്പഴങ്ങ എൻ്റെ മക്കളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കും അത് കാണാൻ പറ്റി അവിടെ വെച്ച്. ഇതൊരു ചെറിയ മരമായിരുന്നു. പിന്നെ ഈ അമ്പഴങ്ങ അച്ചാറിടും. പിന്നെ വേറെ എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് വലിയ അറിവൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് പോയ 2 വലിയമ്മരുടെ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ വരാൻ പറ്റി. ഒടുവിൽ വെള്ളയമ്പലം എത്തി. നമ്മൾ മ്യൂസിയത്തിലാണ് വന്നത് കേട്ടോ. ഞങ്ങൾ 21-ാം തീയതി ശനിയാഴ്ചയാണ് മ്യൂസിയത്തിൽ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നതിനാൽ വണ്ടി സേഫായി അവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് മ്യൂസിയത്തിലേക്ക് നടന്നു വരുന്ന വഴിയിലാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത റിലേറ്റീവായ ഈ അങ്കിളിനെ കണ്ടത്. അങ്കിളിന് കോഫി ഹൗസിലാണ് കേട്ടോ ജോലി. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേകിച്ച് അവധി ദിവസമായിരുന്നു. അതുപോലെ ഓണാവധി കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ എംബ്ലമാണ്. ഗ്രാസ് കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു 3ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. സൂവിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം കാണുന്നത് കാട്ടുപോത്താണ്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത്. അതുപോലെ കേരളത്തിലെ വനങ്ങളിൽ ഇവയെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവിടെ 75-ൽ പരം ജീവജാലങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാണ്ടാമൃഗം, മാൻ, കടുവ, സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, ഹനുമാൻ കുരങ്ങ്, നീർനായ, മുള്ളംപന്നി, സിംഹം, കടുവ, അങ്ങനെ വിവിധ പക്ഷികൾ, വിവിധയിനം പാമ്പുകൾ, അങ്ങനെ കുറേ അധികം ജീവജാലങ്ങളുടെ ഒരു അപൂർവ കാഴ്ച തന്നെ നമുക്ക് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും കിട്ടുന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരത്തുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരായ നമുക്ക് ഏറെ അഭിമാനമുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ജീവികളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ തന്നെ സംരക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവയുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതുകൊണ്ടും അവയെക്കുറിച്ചുള്ള ശരിയായ അവബോധം സാധാരണക്കാരനായ ഏതൊരു സന്ദർശകനും കിട്ടുന്നു.
ഒരു ദിവസം മുഴുവനും കാണേണ്ട കാഴ്ചകൾ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലുണ്ട്. സൂ കൂടാതെ അക്വേറിയം, ആർട്ട് ഗാലറി, നേപ്പിയർ മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ മ്യൂസിയം അങ്ങനെ കുറേ ഉണ്ട്. സൂവിന് തൊട്ടടുത്തായാണ് കനകക്കുന്ന് പാലസും സ്ഥിതി ചെയ്യുന്നത്. പല പ്രാവശ്യം സൂവിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്ന് മനോഹരമായിട്ട് നമുക്ക് ആ പക്ഷികളെ കാണാൻ കഴിയും. നേരെ ഓപ്പോസിറ്റ് കാണുന്ന അവിടെ നല്ല തിരക്കായിരിക്കും എപ്പോഴും, പക്ഷേ ഇവിടെ അധികം ആളൊന്നും ഇല്ലായിരുന്നു. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു കൂടാണ്. ഇതിനകത്ത് ധാരാളം പക്ഷികളുണ്ട്. അവയുടെ എല്ലാം പേരും അവയുടെ പ്രത്യേകതകളും തൊട്ടടുത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നീർനായ. ഇത് നക്ഷത്രാമയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നതിന് ശേഷം ഇതേ കാണുന്ന അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സിംഹം വിളിക്കുന്ന സൗണ്ട് കേട്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സിംഹത്തിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ മരമാണ് നാഗലിംഗം മരം. ഇവിടുത്തെ ഓരോ മരങ്ങളിലും അവയുടെ പേരും ശാസ്ത്രീയ നാമവും എഴുതി വെച്ചിട്ടുണ്ട്.
ആദ്യം കണ്ട കാട്ടുപോത്ത് ഒരുപാട് ദൂരെയായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ കാട്ടുപോത്തിനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. ഞങ്ങൾ സൂവിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഏകദേശം 11:30 കഴിഞ്ഞു. ഏകദേശം 1:30 കഴിഞ്ഞു ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ. പിന്നെ പിള്ളേരെല്ലാം വിശന്ന് ആകെ പരുവായി. പിന്നെ പിള്ളേർക്കെല്ലാം ടീ ആൻഡ് സ്നാക്സ് വാങ്ങിക്കൊടുത്തു, ഞങ്ങളും കഴിച്ചു. പിന്നീടാണ് ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി പോയത്. ഇതിനകത്താണ് പാമ്പുകളുള്ളത്. പക്ഷേ അതിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കാരണം അതിനകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയായപ്പോൾ സൂവിനകത്തുള്ള കാഴ്ചകൾ കഴിഞ്ഞു. പിന്നെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സമയക്കുറവ് കാരണം അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സൂ കൊണ്ട് പുറത്തിറങ്ങിയ ശേഷമാണ് ഫുഡ് കഴിച്ചത്. ജയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു.
മ്യൂസിയം ഗാർഡനോട് ചേർന്ന് സെൽഫി പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം 4:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വേലി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് പോയത്. വേളിയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വേളിയിലെത്തിയപ്പോൾ എൻ്റെ മോനും ചേച്ചിയുടെ മോനും കൂടി പട്ടം പറത്തുന്ന തിരക്കിലായിരുന്നു. അവർ കടലിൽ കളിക്കാൻ മറന്നുപോയി. ഞാനും ചേച്ചിയും ചേച്ചിയുടെ മോളും എൻ്റെ മോളും കൂടി ഞങ്ങൾ 4 പേരായിട്ട് കടലിൽ നന്നായിട്ട് കളിച്ചായിരുന്നു. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒന്നുപോലെ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേലിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 6:45 വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. അതുകൊണ്ട് ഞങ്ങൾ വെട്ടുകാട് വഴി വന്നു. പക്ഷേ അവിടെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.